കിഴക്കൻ ഏറനാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങനെ കിടക്കുമ്പോൾ ഏറനാട്ടിലെ എം.എൽ.എ. ആയിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ പി.കെ. ബഷീർ തൊട്ടടുത്തുള്ള മേഖലയാണ്. സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ UDFന്റെ പരിപാടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് പൾസ് നിരീക്ഷിച്ച് മനസ്സിലായത്? പൾസ് എന്താ, UDF റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ നിന്ന് വിജയിക്കും. UDF സ്ഥാനാർത്ഥി ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതിന് യാതൊരു സംശയമില്ല. അത് നിങ്ങൾ ഇങ്ങനെ ചാനലുകൾ ഇങ്ങനെ അവിടെ അങ്ങനെ ടൈറ്റാണ്. അവിടെ നല്ല UDFന് നല്ല അന്തരീക്ഷമാണ്. തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് വിരുദ്ധ തരംഗം ആഞ്ഞടിക്കും. ഗവൺമെൻറ് തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു റിസൾട്ടായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരും. കഴിഞ്ഞ കൺവെൻഷനിൽ ഉൾപ്പെടെ വലിയ ആവേശം ഉണ്ടായിരുന്നു, വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് ഏറെക്കാലം പ്രതിനിധീകരിച്ചൊരു മണ്ഡലം എന്ന നിലയിൽ കോൺഗ്രസിനിടയിൽ UDFനിടയിൽ ഒരു ഐക്യം വന്നിട്ടുണ്ട്. മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയാണോ ലീഗ് കണക്കാക്കുന്നത്? അതെ, അത് നല്ലൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും. കാരണം ആ നിലമ്പൂരിലാക്കിയത് ആര്യാടൻ സാറാണ്. നിലമ്പൂർ എന്ന് പറഞ്ഞ ഒരു അവികസിത പ്രദേശമായിരുന്നു, എല്ലാവർക്കും അറിയാം. ഒരു 5-6 പുഴകളാൽ ചുറ്റപ്പെട്ട് കിടന്ന ഒരു പ്രദേശം. ആര്യാടൻ സാറ് 34 കൊല്ലം അവിടെ MLA ആയതിനു ശേഷം, മന്ത്രിയായതിനു ശേഷമാണ് ഒരുപാട് വികസനങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ നിലമ്പൂരിലൊന്നുമില്ലല്ലോ. കഴിഞ്ഞ 9 കൊല്ലത്തെ ഭരണത്തിൽ എന്താണുള്ളത്? ആര്യാടൻ സാറ് കൊണ്ടുവന്ന KSRTC, അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ കാലത്തൊരു ഗവൺമെൻറ് കോളേജ് കൊടുത്തു. ആ ഗവൺമെൻറ് കോളേജിന് സ്വന്തമായി സ്ഥലം എടുക്കാൻ കഴിഞ്ഞോ? അതോ നേരെ മറിച്ച് അപ്പുറത്ത് കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിലെ ഗവൺമെൻറ് കോളേജ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ 100-200 കോടി രൂപയുടെ ഡെവലപ്മെൻറ്റ് വന്ന ആ കോളേജ് ഉഷാറായി. DV ഇബ്രാഹിം MLA ആ നിയോജകമണ്ഡലത്തിൽ കോളേജായി. കേരളത്തിൽ എല്ലായിടത്തും കൊടുത്തു. നിലമ്പൂർ മാത്രമാണ് ഗവൺമെൻറ് കോളേജിന് സ്ഥലം കിട്ടാത്തത്, ബിൽഡിംഗ് ഇല്ലാത്തത്, ഇപ്പോഴും ഒരു വികസനം നടക്കാത്തത്. 9 കൊല്ലം അധികാരത്തിലൊരു പാർട്ടി, 9 കൊല്ലം ഇടതുപക്ഷത്തിന് MLA ഉള്ളൊരു സ്ഥലം, അവിടെയാണ് ആ ദുരന്തം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിലമ്പൂർ ബൈപ്പാസ് ആദ്യത്തെ 2014 തെരഞ്ഞെടുപ്പിലൊക്കെ എന്താ പറഞ്ഞിരുന്നു? ബൈപ്പാസേ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബൈപ്പാസ് എന്താ ഉണ്ടായത്? വികസനം ഇങ്ങനെ തോരാതെ ഇങ്ങനെ ഇടതുപക്ഷം പറയുന്നുണ്ടല്ലോ. എന്താണ് നടന്നത്? ഇടതുപക്ഷത്തിൻ്റെ MLA ഉണ്ടായിട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് തിരിച്ചടിയാകും അവർക്ക്. തീർച്ചയായും തിരിച്ചടിയാവുമല്ലോ. വികസന കാര്യങ്ങളെന്ന് പറയുമ്പോൾ കേൾക്കട്ടെ. ഇനി അതിനൊക്കെ അപ്പുറം 2015 UDFൻ്റെ ഭരണകാലത്ത് ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നാടുകാണി ചുരം മുതൽ പരപ്പനങ്ങാടി വരെയുള്ള 90 കിലോമീറ്റർ റോഡ് 456 കോടി രൂപയ്ക്കായിരുന്നു ആ റോഡ് അന്ന് ഊരാളുങ്കൽ കരാറെടുത്തത്. അത് 2015 അവസാന ഘട്ടത്തിൽ 2016 പിന്നെ തെരഞ്ഞെടുപ്പ് വന്നു, നിർമ്മാണം തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, വൈക്കോട് എടക്കര മുതൽ ആ റോഡ് ഇങ്ങോട്ട് വന്നിട്ട് വടപുറം വന്ന് മമ്പാട് വന്ന് ഇടവണ്ണല റോഡ് നിങ്ങളുടെ 10 കൊല്ലമായി ആ പണി പൂർത്തിയാക്കാൻ സാധിച്ചോ? അതിന് ഫണ്ട് കൊടുത്തോ? 160 കോടി ഉറുപ്പ്യല്ലേ ഈ ധനകാര്യ വകുപ്പ് കട്ട് ചെയ്തത്? ആ പ്രവൃത്തി ഇതുവരെ നടന്നോ? എന്തുകൊണ്ട് ഒരു ഭരണകക്ഷി അവിടെ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് അവർക്കെല്ലാം MLAയും അവരുടെ അധികാരങ്ങളും അവരുടെ മന്ത്രിയും ഒക്കെ ഉള്ള ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് നടന്നില്ല? അത് ആലോചിച്ച് നോക്കി. നിലമ്പൂരിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും രണ്ടാമത് നടക്കാൻ പോകും. നേരത്തെ ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കൊടുത്ത 2 മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായിരുന്നല്ലോ നിലമ്പൂർ. ഒന്ന് അങ്ങയുടെ മണ്ഡലം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതി ഓൾറെഡി ഇവിടെയുണ്ട്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു മടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെന്നൊരു വിലയിരുത്തലുണ്ട്. അല്ല, സ്വാഭാവികമായിട്ട് 2-3 തെരഞ്ഞെടുപ്പ് വരുമ്പം ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് പറയുന്നുണ്ട്, വരാൻ പോകുന്ന 2024 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ ഭരണത്തിലേക്ക് UDFന് തിരിച്ചു വരാനുള്ള അവസരം കൊണ്ട് ജനങ്ങൾ ആവേശത്തിലാണ്. ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള വിരുദ്ധം അത് തെരഞ്ഞെടുപ്പിൽ പോളിങ്ങിനും ഒക്കെ വർധന ഉണ്ടാവും. UDFന് നല്ല ഒരു റിസൾട്ട് വരും അതിൽ. ഈ വികസന പ്രശ്നങ്ങളോടൊപ്പം മറ്റേതൊക്കെ വിഷയങ്ങളാണ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? അങ്ങയുടെ ഒരു വിലയിരുത്തൽ. അല്ല, മലയോരം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യം, അത് ഒരു ഘടകമാണ്. കവളപ്പാറ ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ എല്ലാ ആളുകളെ സഹായിക്കാൻ ഗവൺമെൻറ് കാണിച്ച അലംഭാവം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. LDF സ്ഥാനാർത്ഥി നാട്ടുകാരനാണ്, അത് മുതൽക്കൂട്ടാകുമെന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. തുടർച്ചയായിട്ട് 2 തവണ മണ്ഡലം നിലനിർത്തിയല്ലോ എന്ന് അവരുടെ അവകാശവാദം ഒരു ഭാഗത്തുണ്ട്. പിന്നെ അവർ നടപ്പിലാക്കിയ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അവർക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് അവരുടെ അവകാശവാദം. എന്ത് പ്രവർത്തനമാണുള്ളത്? ഏത് രംഗത്ത്? ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഭവന പദ്ധതികൾ, ലൈഫ്. നിങ്ങളറിയോ, 2016 നിയമസഭയിൽ തന്ന ഒരു ചോദ്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 4,84,000 ആളുകൾക്കാണ് വീട് കൊടുത്തത്. 9 കൊല്ലം കൊണ്ട് പിണറായി സർക്കാർ വന്നപ്പോൾ ലൈഫിൽ കൊടുത്തത് 4,56,000. പിന്നെ എവിടെ കൊടുത്തതാണ് ഈ പറയണത്? ഏതൊക്കെ മേഖലകളാണോ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ
സാധിക്കുക, അതിനെല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നതിന് രൂപം കൊടുത്ത ഒരു സർക്കാരും ഒരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമൊന്നും അവർക്ക് ഗുണം ചെയ്യില്ല. അപ്പോൾ 19 വർഷത്തിന് ശേഷമാണല്ലോ ഒരു പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിനനുസരിച്ച് ശ്രീരാമകൃഷ്ണൻ അഖിലേന്ത്യാ DYFന്റെ പ്രസിഡൻ്റായപ്പോൾ 18,000 വോട്ടിന് തോറ്റിട്ടില്ലേ? അപ്പോൾ പാർട്ടി ചിഹ്നത്തിനനുസരിച്ച് എന്താ റിസൾട്ട് എന്ന് നമുക്ക് നന്നായി അറിയാലോ. സ്വരാജ് എന്ന് പറയുന്ന അവരുടെ ഒരു തീപ്പൊരി പ്രഭാഷകൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഗുണം ചെയ്യുമെന്ന് പറയുന്നത് അതെങ്ങനെയാണ്? പ്രഭാഷകനൊന്നുമില്ല, ആളുകൾ സ്ഥാനാർത്ഥിട്ടോ. ഷൗക്കത്ത് പറഞ്ഞ ആ നാട്ടിലില്ലെന്നാണ്. ഒരുപാട് ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഏറ്റവും നല്ല മുനിസിപ്പൽ ചെയർമാനായിരുന്നു, യുനിസെഫിൻ്റെ അവാർഡ് കിട്ടിയാണ്, കേന്ദ്ര ഗവൺമെൻറ് കാമസ്വരാജ് അവാർഡ് കിട്ടിയ നല്ല ഭരണ മുന്നേ തെളിയിച്ച ഒരു വ്യക്തിയാണ്. നല്ല ഒരു സാമൂഹ്യ പ്രവർത്തനാണ്, നല്ലൊരു സാംസ്കാരിക നായകനാണ്. എല്ലാ അർത്ഥത്തിനും ഒരു ഫിറ്റ് കാൻഡിഡേറ്റാണ് ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ ഷൗക്കത്തിന് അമികമുണ്ടല്ലോ. മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണല്ലോ. നിലമ്പൂർ മുനിസിപ്പാലിറ്റി പഞ്ചായത്താകുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണല്ലോ. UDF കൺവെൻഷൻ ഉൾപ്പെടെ KC പറഞ്ഞത് മുഖ്യമന്ത്രി പെൻഷൻ കൊടുത്തതുൾപ്പെടെ അതൊരു കൈക്കൂലിക്ക് തുല്യമാണെന്ന രീതിയിലൊരു പ്രതികരണം നടത്തി. അതിനെതിരെ ഇപ്പോൾ CPM രംഗത്ത് വരുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് നിലമ്പൂരിലും. KC പറഞ്ഞത് എങ്ങനെയാണ്? ക്ഷേമ പെൻഷനുകൾക്കൊക്കെ മുടങ്ങി ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 6-8 മാസം കൊടുക്കാതെ നിൽക്കുക. പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് 3 മാസം കുടിശ്ശിക 4 മാസം കുടിശ്ശിക കൊടുക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് കുടിശ്ശിക കൊടുക്കുന്നത്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലാതെ എന്താ മാസമാണ് കൊടുത്തൂടെ? ഓരോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കൊടുക്കാൻ നിൽക്കണം. അവിടെ തന്നെയാണ് പ്രശ്നം. ഇന്നൊന്നിനും തുടങ്ങിയല്ലോ പെൻഷൻ ഒരുപാട് കാലമായിട്ട് തുടങ്ങിയാണല്ലോ. അത് കൊടുത്തിട്ട് ആളുകൾക്ക് അത് ആ സമയത്ത് കൊടുക്കുക. അതൊരു പുതിയ CPMൻ്റെ ഒരു ലൈനാണത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുടിശ്ശിക കൊടുക്കുക. എവിടെ ഗുണം ചെയ്യുക? ആളുകൾക്ക് ബുദ്ധിയുള്ളതല്ലേ, ജനങ്ങളതൊക്കെ മനസ്സിലാക്കൂലേ? ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവില്ലേ? നമ്മളെക്കാളും ജനങ്ങൾ എല്ലാ കാര്യങ്ങളെ പറ്റിയും പഠിക്കൂലേ? ആ പഠിച്ചുകൊണ്ടല്ലേ അവരത് വിലയിരുത്തുള്ളൂ. അവർക്ക് എല്ലാ മാസം പ്രയാസങ്ങളൊക്കെ ഉണ്ടായി അവർ ഇതിനെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് ആ മാസം അത് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെ നിലമ്പൂരുകാരെന്നത് വർഷങ്ങളായിട്ട് അറിയുന്നതാണല്ലോ. അവരുടെ ഒരു മനസ്സ് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന വിലയിരുത്തലുകൾക്ക് അപ്പുറത്ത് അവർ കൃത്യമായിട്ട് UDFന് തന്നെ ജനവിധിക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ്. 100%. നിങ്ങൾ 23-ാം തീയതി പെട്ടിയാണ് പൊളിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ നിന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കേരള നിയമസഭയിലേക്ക് പോകും. അത് കേരള രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങളുണ്ടാക്കും. പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ആ ഭരണത്തിന് ആണിയടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂരുകാരോട് ഏറനാടൻ ശൈലിയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അവിടെ എല്ലാ വികസന പ്രവർത്തനത്തിൻ്റെ വാപ്പ ആര്യാടൻ സാറാ, അല്ല ഇവരാരും അല്ല. അവിടെ ആര്യാടൻ സാറിൻ്റെ കാലത്ത് നടന്നത് തന്നെ ഒക്കെ നടന്നിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് ഇവർക്ക് പറയാൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിദ്യാഭ്യാസ മേഖല, ഒരു പിന്നോക്കാവസ്ഥയുള്ളൊരു ജില്ല, ആ ജില്ലയിലെ ഉണങ്ങറാമയിൽ ഒരു ഗവൺമെൻറ് കോളേജ് വന്നിട്ട് അതിന് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തൊരു ഗവൺമെൻറ്റാണ്? പിന്നെ ഏറ്റവും വലിയ കഥാകൃത്ത് നിലമ്പൂർ ബൈപ്പാസ് ആയിരുന്നു 2016-ലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയത്. അവിടെ എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ലല്ലോ. അപ്പോൾ ആരെ പാളിച്ചാണ്? അതാണ് മനസ്സിലാക്കുക. പിന്നെ വന്യമൃഗശല്യങ്ങൾ, പിന്നെ ഒരുപാട് ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സ്ഥലം. നിങ്ങൾ ആരെങ്കിലും 500ഓളം കോടി രൂപയാണ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഫണ്ട്. 132 കോടി രൂപയാണ് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഫണ്ട് ഗവൺമെൻറ്റാണ് വെട്ടിക്കുറച്ചത്. പിന്നെ എവിടെയാണ്, ഏത് മേഖലയിലാണ് ഗവൺമെൻറ് നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയണത്? ഇപ്പോൾ ഈ SDPI പോലെയുള്ള PV അൻവറിനെ പോലെയുള്ള 5ഓളം സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആകുമെന്നുള്ളൊരു വിലയിരുത്തൽ ഒരു ഭാഗത്തുണ്ട്. അത് UDFനെ ബാധിക്കുമോ? UDFന് ഒന്നും ബാധിക്കില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ പാലക്കാട് എന്തൊക്കെ കോലാഹലമുണ്ടായിന്. പാലക്കാട് നിയമസഭയിൽ 3800-4000 വോട്ടിന് ഷാഫി ജയിച്ചിരുന്നത്. അവിടെയല്ലേ ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ചത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും UDFിന് തെരഞ്ഞെടുപ്പിന് ആർക്കും മത്സരിക്കാമല്ലോ. സ്ഥാനാർത്ഥിയുടെ ബാഹുല്യങ്ങൾ ഒന്നും UDFനെ ബാധിക്കില്ല. സ്ഥാനാർത്ഥിയുടെ ബാഹുല്യങ്ങളൊന്നും UDFനെ ബാധിക്കില്ല. സ്ഥാനാർത്ഥികളുടെ എണ്ണം, ആ എണ്ണബാഹുല്യം ഒരു തരത്തിലും UDFനെ ബാധിക്കും? ഒരു തരത്തിലും ബാധിക്കില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആ കൺവെൻഷൻ കാണേ. ആ കൺവെൻഷൻ 3 മണിക്ക് വന്നിട്ട് 6 മണി വരെ അച്ചടക്കത്തോട് കൂടി എല്ലാവരും ഇരുന്നില്ലേ. സാധാരണ ഒരു പരിപാടി കഴിഞ്ഞാൽ ആൾക്കാർ ഉദ്ഘാടകൻ്റെയോ അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരുടെ പ്രസംഗം കഴിഞ്ഞാൽ പോകും. എല്ലാവരും അവസാനം വരെ ഇരുന്നില്ലേ. ജനങ്ങൾ ആവേശത്തിലാണ്. നിങ്ങൾക്ക് പോയി നോക്കി. ഞങ്ങളിപ്പോൾ ഈ കൺവെൻഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇന്നലെ ഞാൻ സ്ഥാനാർത്ഥി പര്യടനത്തിന് സ്ഥാനാർത്ഥിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആളുകൾ ഇവിടെ ഈ
ജനത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണല്ലോ അതിൻ്റെ പൾസ് എന്താണെന്നുള്ളത്. ഈ നിലമ്പൂരുകാർക്ക് ഇതുവരെ ചിരപരിചിതമല്ലാത്ത തൃണമൂൽ പോലത്തെ പാർട്ടികളുടെ പ്രതിനിധീകരിച്ച് അൻവറിനെ പോലെയുള്ള ആളുകൾ മത്സരം കിട്ടുന്നുണ്ട്. അങ്ങനെ പാർട്ടിക്കാരുടെ സ്ഥാനാർത്ഥി ഇല്ലാന്നല്ലേ ഇന്നിപ്പം നോമിനേഷൻ തള്ളിയപ്പോൾ മനസ്സിലായത്. ആ പാർട്ടിക്ക് ഒരുപാട് സ്വന്തം സ്ഥാനാർത്ഥി നാട്ടിൽ വരലില്ലേ, അതൊക്കെ കൂടി ഇപ്പം നമുക്ക് ആകാമല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് LDF UDF തമ്മിലാണ് മത്സരം. രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. LDFും UDFും തമ്മിൽ തന്നെയാണ് മത്സരം. അങ്ങനെ ഫാക്ടറി തെരഞ്ഞെടുപ്പിലില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഫാക്ടർ എന്ന് രാഷ്ട്രീയമാണ്. കേന്ദ്രത്തിൻ്റെ BJP സർക്കാരിനെതിരായിട്ടും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. UDF കൺവെൻഷനിൽ ഉൾപ്പെടെ പറഞ്ഞത് നേരത്തെ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി കൊടുത്തൊരു അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ച് സംസാരിച്ചു. അതുൾപ്പെടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. മുഖ്യമന്ത്രി അതിൽ മാപ്പ് പറയണമെന്ന് ഇന്നലെ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫൊക്കെ പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും അതൊരു സജീവ പ്രചാരണ ചർച്ചാ വിഷയമായി മാറും ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും. നിങ്ങളാലോചിച്ചൊക്കെ ഹിന്ദു പത്രത്തിൽ കൊടുത്ത അഭിമുഖം ഹിന്ദു പറഞ്ഞത് ഞങ്ങൾക്ക് തന്നതാണ്, CMൻ്റെ PR ആളുകളാണ് അത് തന്നതെന്നാണ് പറഞ്ഞത്. അത് അങ്ങോട്ട് അവരെ വിളിച്ച് വരുത്തിയിട്ട് അവർക്ക് കൊടുത്തതാണ്. അല്ലാതെ ഹിന്ദു വന്നിട്ടാണ് ഇൻ്റർവ്യൂ നടത്തിയതല്ല. ഹിന്ദു പത്രക്കാർ അവരെ വിളിച്ച് വരുത്തിയിട്ട് ഇൻ്റർവ്യൂ നടത്തുക, അത് മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമാണ്. ഏത് കാലത്തും CPMൻ്റെ നേതാക്കന്മാർ മലപ്പുറത്തിന് അവഹേളിക്കല്ലേ. അച്യുതാനന്ദൻ്റെ കാലത്ത് ഇവിടുത്തെ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ കോപ്പി അടിച്ച് എന്ന് പറഞ്ഞത് അച്യുതാനന്ദനല്ലേ. ഇന്ന് നിങ്ങൾ ആലോചിക്കുക, അഭിമാനത്തോടു കൂടി പറയാമല്ലോ, കേരളത്തിലെ 14 ജില്ലയിൽ SSLCക്ക് ഏറ്റവും അധികം A+ ജില്ല ഏതാണെന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പിന്നോക്കം നിന്ന മലപ്പുറം ജില്ലയാണ് ഇന്ന് A+ ഏറ്റവും അധികം കുട്ടികൾ വിജയിച്ച്. അപ്പോൾ അങ്ങനെ ഇവർ എല്ലാ അർത്ഥത്തിലും മലപ്പുറം ജില്ലയെ അവഹേളിക്കാൻ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾ അവരുടെ മെറിറ്റും കാര്യങ്ങളും അവരുടെ കഴിവും കാണിച്ചുകൊണ്ട് ഉന്നതിയിലെത്തുന്നുണ്ട്. അത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുതന്നെ പ്രശ്നം LDFന്. മുഖ്യമന്ത്രി നേരത്തെ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയുൾപ്പെടെ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. UDFന് അനുകൂലമായിട്ടുള്ള വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയം തന്നെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ ചുക്കാൻ പിടിക്കുന്ന മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള PK ബഷീർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.